നമ്മൾ പറയാൻ പോകുന്നത് റിയലിസം എന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചാണ്. മലയാളത്തിൽ അതിനെ നമ്മൾ യഥാതഥവാദം എന്നാണ് പറയാറുള്ളത്. പക്ഷേ അതിനേക്കാളേറെ നമുക്കിപ്പോൾ പരിചിതമായിട്ടുള്ളത് റിയലിസം എന്ന വാക്ക് തന്നെയാണ്. റിയലിസം എന്നതിന് റിയാലിറ്റിയുമായിട്ടാണ് ബന്ധം. റിയാലിറ്റി എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് റിയലിസം എന്നുള്ള വാക്ക് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സാഹിത്യത്തിലും കലയിലുമൊക്കെ കടന്നു വരുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഒരു മൂവ്മെൻറ്റ്. ചിത്രകലയിൽ, ശില്പകലയിൽ, സാഹിത്യത്തിൽ, സിനിമയിൽ ഒക്കെ ഈ റിയലിസ്റ്റ് സങ്കേതത്തിൻ്റെ പ്രയോഗമുണ്ട്. അത് എല്ലാ കാലത്തേക്കുമായിട്ട് അവസാനിച്ചു കഴിഞ്ഞു എന്നോ, അതിനുശേഷം ധാരാളം പ്രസ്ഥാനങ്ങൾ വന്നു. റിയലിസ്റ്റ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധാരാളം പ്രസ്ഥാനങ്ങൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ പ്രസക്തി പൂർണ്ണമായി ഇല്ലാതായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. സാഹിത്യത്തെ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്, സാഹിത്യത്തെ അല്ലെങ്കിൽ കലയെ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് ഭാവനയുടെ ഒരു ആവിഷ്കാരമായിട്ടാണ്. ഭാവനാത്മകമായ ആവിഷ്കാരമാണ് കല അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയും. അപ്പോൾ പൊതുവിൽ അതിന് നമ്മൾ ഈ റിയാലിറ്റിയിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഭാവനയെ കാണുന്നത്. അപ്പോൾ എപ്പോഴും ഭാവന എന്നുള്ളതിൻ്റെ ഒരു വിപരീത പദമായിട്ടാണ് റിയലിസത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു ധാരണ പൂർണ്ണമായും ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ പൊതുവിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിയലിസം എന്ന് പറഞ്ഞാൽ ഉള്ളത്, റിയൽ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് എക്സിസ്റ്റ് എന്ന് പറയാം, നിലനിൽക്കുന്ന ഒന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ റിയൽ എന്ന് പറയുന്നത്. എന്നാൽ ഇല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ ഫാൻറ്റസി അല്ലെങ്കിൽ ഭാവന എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മുടെ ഈ ആധുനിക സാഹിത്യം, അതായത് അച്ചടിയൊക്കെ കണ്ടെത്തിയതിന് ശേഷം, പുസ്തകങ്ങളൊക്കെ വന്നതിന് ശേഷം, പുതുകാല രൂപങ്ങൾ, സാഹിത്യ രൂപങ്ങൾ എന്നുള്ള എനിക്ക് നോവലും ചെറുകഥയും ഒക്കെ ആവിർഭവിച്ച ഒരു ഘട്ടത്തെയാണല്ലോ പൊതുവെ നമ്മൾ ആധുനികത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആധുനികതയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആധുനിക പൂർവ്വ സമൂഹത്തിലെ ആവിഷ്കാരങ്ങൾ അധികവും ഭാവനാത്മകമാണ്. ഇപ്പം നമ്മൾ മിത്തുകൾ എന്ന് പറയുന്നത്, നാടോടിക്കഥകൾ എന്ന് പറയുന്നത്, അതൊക്കെ മിക്കവാറും ഭാവനാത്മകമാണ്. അല്ലാതെ ഉള്ള ഒരു കാര്യത്തെ ആരും എഴുതാറില്ല, അല്ലെങ്കിൽ എഴുതാറില്ല എന്നല്ല, ആരും പറയാറില്ല. അപ്പം ആധുനികതയ്ക്ക് മുമ്പുള്ള സമൂഹം മിക്കവാറും വാമൊഴി സമൂഹങ്ങളായിരുന്നു. അപ്പോൾ വാമൊഴി സമൂഹങ്ങളിലെ ആവിഷ്കാര രൂപങ്ങൾ, നേരത്തെ പറഞ്ഞ കഥകളും പാട്ടുകളും മിത്തുകളും ഒക്കെ അമാനുഷ കഥാപാത്രങ്ങളും ഭൂമിയിൽ പൊതുവേ നമ്മൾ കാണാത്ത കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഭാവനാരൂപങ്ങളാണ്. പൊതുവിൽ ഫാൻറ്റസി ആയിരുന്നു നമ്മുടെ ഇത്തരം ആവിഷ്കാര രൂപങ്ങളുടെ സാമാന്യമായ സവിശേഷത എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യാഥാർത്ഥ്യം, നമ്മളുടെ നിത്യജീവിതം, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, അതിനെ അതായി തന്നെ ആവിഷ്കരിക്കുന്നതും സാഹിത്യത്തിൻ്റെ ഭാഗമാണെന്ന് വരുന്നത് ഈ റിയലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. അങ്ങനെ റിയലിസം എന്നുള്ളത് ഈ ഭാവനയാണ് സാഹിത്യം, അല്ലെങ്കിൽ ഭാവനയാണ് പ്രധാനം, ഉള്ളതിനെ അതുപോലെ ആവിഷ്കരിക്കുന്നത് സാഹിത്യമല്ല, ഉള്ളതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണ് സാഹിത്യം അല്ലെങ്കിൽ കല എന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി
നാം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തെ അതേപോലെ ആവിഷ്കരിക്കുന്നതും സാഹിത്യത്തിൻ്റെ ഒരു സങ്കേതമാണ് എന്ന മട്ടിൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ ആരംഭിച്ച ഒരു പ്രവണതയാണ് റിയലിസം എന്ന് പറയാം. അപ്പം അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത സാഹിത്യത്തിലുണ്ടായിരുന്നത് റൊമാൻറ്റിസിസമാണ്, കാൽപ്പനികതാവാദം. കാൽപ്പനികതാവാദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഈ ഭാവനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ആലോചനകൾ അതിൻ്റെ എല്ലാ അതിർത്തികളെയും ഭേദിച്ച് തീർത്തും അഭൗമമായ ചില തലങ്ങളിലേക്ക് പറന്നുയരുന്നതാണ് കാൽപ്പനികതയുടെ സ്വഭാവം. നമുക്കറിയാം, അത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ വേർഡ്സ്വർത്തിനെ പോലെ, ഷെല്ലിയെ പോലെ, കീറ്റ്സിനെ പോലെ, മലയാളത്തിൽ വന്നാൽ ചങ്ങമ്പുഴയെ പോലെയൊക്കെയുള്ള കവികൾ, അവരുടെ ആവിഷ്കാര സ്ഥലികൾ തന്നെ നമ്മുടെ പരിചിത മേഖലകളല്ല. ഇപ്പോൾ രമണൻ എന്ന് പറയുന്ന കാവ്യത്തിലെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പറയുന്നത് തുടങ്ങുന്ന ആ ഒരു ഭൂപ്രകൃതിയുടെ വർണ്ണന തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടതല്ല, മലയാളിക്ക് പരിചിതമായൊരു നാടോ ദേശമോ ഒന്നുമല്ല. മാത്രമല്ല ഈ ആട്ടിടയന്മാരും പിന്നെ അങ്ങനെ രമണനും ഈ മദനനും അവർ രണ്ടുപേരും ആട്ടിടയന്മാരാണ്. അങ്ങനെ ഓടക്കുഴൽ വായിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇടയ സമൂഹമൊന്നും വാസ്തവത്തിൽ മലയാളിയുടെ അനുഭവ ലോകത്തുള്ളതല്ല. അപ്പം രമണൻ എന്ന് പറയുന്ന കാവ്യം നമ്മളൊക്കെ ധാരാളം ആസ്വദിച്ച കാവ്യമാണ്, മലയാളി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു കാവ്യമാണ്. പക്ഷേ അതിന് ഒരു കേരളീയ ജീവിതമായിട്ടും പശ്ചാത്തലമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. അതിൻ്റെ പശ്ചാത്തലവും അതിലെ കഥാപാത്രങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ തീർത്തും ഭാവനാത്മകമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മളതിനെ കാൽപ്പനിക കവിത എന്ന് വിളിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ചുറ്റുമുള്ളതാണല്ലോ, ഇത് നമ്മുടെ തന്നെ ദേശമാണല്ലോ, നമ്മുടെ അനുഭവമാണല്ലോ എന്ന് നമ്മളെ കൊണ്ട് തോന്നിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് റിയലിസ്റ്റ് സാഹിത്യവും കലയും എന്ന് പറയുന്നത്. അപ്പം പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ കാൽപ്പനികതയിൽ നിന്ന് ഉള്ള ഒരു വിച്ഛേദമാണ്, കാൽപ്പനിക ഭാവനയിൽ നിന്ന് ഉള്ള ഒരു വിച്ഛേദമാണ് റിയലിസം എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഈ ഒരു റിയലിസ്റ്റ് പ്രസ്ഥാനം ഈ കാൽപ്പനികതയെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടോ യൂറോപ്പിലെ കാവ്യഭാവനയിൽ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനമായി അവിടുത്തെ ഈ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റവും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ കാൽപ്പനികതയ്ക്കും കാരണമായി തീർന്നത്. ഇത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഈ വ്യവസായവൽക്കരണത്തിൻ്റെയും യന്ത്രവൽക്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായി നഗരങ്ങൾ രൂപപ്പെട്ട് വരികയും ആ നഗരങ്ങളിലേക്ക് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ തൊഴിലാളികളായി പോവുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് അവരുടെ ഗ്രാമീണ ജീവിതം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു നൊസ്റ്റാൾജിയ, ഒരു ഗൃഹാതുരത്വത്തിൽ നിന്നാണ് കാൽപ്പനികത ഉണ്ടായി വരുന്നത്. അപ്പോൾ കാൽപ്പനികത എന്നുള്ളത് തങ്ങൾ വിട്ടുപോകുന്ന ഗ്രാമത്തെ ഓർത്തുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ദുഃഖം, അതിനെ ആവിഷ്കരിക്കലായിരുന്നു ഈ ആദ്യകാല കാൽപ്പനിക കവിതകൾ അധികവും ചെയ്തത്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ഓർത്തിട്ടുള്ള വിലാപങ്ങളായിരുന്നു കാൽപ്പനിക കവിത. എന്നാൽ എത്തിച്ചേർന്ന സ്ഥലത്തെ മനുഷ്യരുടെ ദുരിതങ്ങളും ജീവിതവും അവരുടെ യഥാർത്ഥത്തിലുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ സാഹിത്യത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടാണ് റിയലിസം രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും ഫലമായിട്ടുണ്ടായി വന്ന ഒരു മധ്യവർഗം അവരുടെ തന്നെ ജീവിത പശ്ചാത്തലത്തെ സൂക്ഷ്മമായി വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ കലാപ്രവണത എന്ന നിലയ്ക്കാണ് റിയലിസം എന്ന് പറയുന്ന ഒന്ന് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത്. ഇതാണ് അപ്പോൾ രണ്ടിൻ്റെയും, കാൽപ്പനികതയുടെയും റിയലിസത്തിൻ്റെയും പശ്ചാത്തലം ഒന്ന് തന്നെയാണ്. ഈ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും തന്നെയാണ്. പക്ഷേ നഗരങ്ങളിലേക്ക് കുടിയേറിയ മനുഷ്യർ നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ ജീവിതത്തെ ഓർത്ത് മാഴുകുന്നതാണ് കാൽപ്പനികതയെങ്കിൽ തങ്ങൾ ജീവിക്കുന്ന നഗരജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ച്
അതിൻ്റെ വിശദാംശങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹിത്യമാണ് റിയലിസ്റ്റ് സാഹിത്യം. അപ്പോൾ ഇത് രണ്ട് തരം സങ്കേതങ്ങളാണ്. കാൽപ്പനികതയിൽ കൂടുതൽ ഭാവനയും ഓർമ്മകളും വികാരമൊക്കെയാണ് പൊന്തി നിൽക്കുന്നതെങ്കിൽ, അതിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതെങ്കിൽ, റിയലിസത്തിൽ ഈ യഥാതഥ ജീവിതം, അവരനുഭവിച്ചിരുന്ന ജീവിതത്തെ സൂക്ഷ്മമായി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാൽപ്പനികതയിൽ പലപ്പോഴും എക്സ്ട്രാ ഓർഡിനറി എന്ന് വിളിക്കാവുന്ന അപൂർവമായ ചില കാഴ്ചകളും അനുഭവങ്ങളും നമുക്കുണ്ടാവും. എന്നാൽ വളരെ സാധാരണമായ ഓർഡിനറി എന്ന് വിളിക്കാവുന്ന അനുഭവങ്ങളാണ് റിയലിസ്റ്റ് സാഹിത്യത്തിൽ നമ്മൾ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭാവനയേക്കാൾ നിരീക്ഷണത്തിനാണ് റിയലിസത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാൽപ്പനികതയിൽ നമ്മളെപ്പോഴും കാണുന്നത് വ്യക്തികളെയാണ്. ദുഃഖിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വിമർശിക്കുന്ന വ്യക്തികൾ, പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ, അങ്ങനെ വ്യക്തികേന്ദ്രിതമാണ് കാൽപ്പനികത എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ രമണൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും വ്യക്തിയുടെ ദുഃഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അയാൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെയാണ് ഈ കാൽപ്പനികത ഉണ്ടായി വന്നതെങ്കിൽ സമൂഹം കഥാപാത്രമായി വരുന്നു എന്നതാണ് റിയലിസത്തിൻ്റെ പ്രത്യേകത. വ്യക്തിയല്ല. ഈ റിയലിസ്റ്റ് ആഖ്യാനത്തിൽ വ്യക്തിക്കല്ല പ്രാധാന്യം, സമൂഹത്തിനാണ്. സമൂഹം തന്നെ ഒരു ഹീറോ ആയി അല്ലെങ്കിൽ ഒരു കഥാപാത്രമായി കടന്നു വരുന്നു എന്നതാണ് റിയലിസ്റ്റ് കഥകളുടെ പ്രത്യേകത. റിയലിസം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് കഥാസാഹിത്യത്തിലാണ്. കാൽപ്പനികത ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് കവിതയിലാണ്. കാൽപ്പനികതയുടെ കൂടെ കുറച്ച് പറയാതെ ഇരുന്നാൽ നമുക്ക് റിയലിസ്റ്റ് പ്രസ്ഥാനം എന്താണെന്ന് വ്യക്തമാവില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടെ അതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ റിയലിസ്റ്റ് പ്രസ്ഥാനം കഥാസാഹിത്യത്തിലാണ്, നോവൽ, ചെറുകഥ തുടങ്ങിയ കഥാസാഹിത്യത്തിലാണ് കൂടുതൽ അതിൻ്റെ സ്വാധീനം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിൽ എന്താ കടന്നു വരണമെന്ന് ചോദിച്ചാൽ, കഥയിൽ കഥാപാത്രങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. പക്ഷേ ആ വ്യക്തികൾ നേരത്തെ കാൽപ്പനികതയിൽ നമ്മൾ കാണുന്ന പോലെ ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല, സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ചില ടൈപ്പ് കഥാപാത്രങ്ങളായാണ് റിയലിസ്റ്റ് നോവലിൽ കടന്നു വരിക. അതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാവങ്ങൾ എന്നുള്ള നോവലിൽ, അത് പൂർണ്ണമായിട്ടും റിയലിസ്റ്റ് നോവലാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ റിയലിസത്തിൻ്റെ വലിയ സ്വാധീനം ലേ മിസറേബിള എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ നോവലിലുണ്ട്. 1868 ആ നോവൽ പുറത്തു വരുന്നത് പൂർണ്ണരൂപത്തിൽ. മലയാളത്തിൽ അതിൻ്റെ ഒരു വിവർത്തനം വരുന്ന 1925 അതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ തോതിൽ മലയാള സാഹിത്യത്തെ സ്വാധീനിച്ച ഒരു കൃതിയാണ് നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്ത ഈ പാവങ്ങൾ എന്നുള്ള കൃതി. അതിലെ ഴാങ് എന്ന് പറയുന്ന ആ കഥാപാത്രം, അദ്ദേഹം ആദ്യം ഒരു കള്ളനായിട്ടാണ് ആ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നത്, പിന്നീട് മേയറായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം വളരെ ദീനാനുകമ്പയുള്ളൊരു കഥാപാത്രമായി മാറുന്നുണ്ട്. അദ്ദേഹത്തെ ആ വഴിയിലേക്ക് നയിക്കുന്ന ഒരു മെത്രാൻ, ഡിയിലെ മെത്രാനെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. കൊസെത്ത് എന്ന് പറയുന്ന ഒരു അശരണയായ ഒരു സ്ത്രീയെ ഇയാൾ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ നോവലിലുണ്ട്, അതിനെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഫ്രാൻസിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന വ്യവസായവൽക്കരണവും അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പലതരം സാമൂഹ്യ ജീർണതകളും നഗരവൽക്കരണത്തിൻ്റെ ജീർണതകളും അതിലെ മതം വാസ്തവത്തിൽ സ്വീകരിക്കേണ്ട ഒരു സാമൂഹ്യധർമ്മത്തെപ്പറ്റിയുള്ള സൂചനകളും ഒക്കെ ആ നോവലിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പം വാട്ടർലൂ യുദ്ധമൊക്കെ ഏതാണ്ട് അതിൻ്റെ തീക്ഷ്ണതയോടുകൂടി തന്നെ ആ നോവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതാണ്. വാട്ടർലൂ യുദ്ധം ഉള്ളതാണ്. ശരിക്കും ഒരു മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ നോവലിൻ്റെ സ്ഥലരാശിയെ അടയാളപ്പെടുത്താൻ കഴിയും. അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെ തെരുവുകളും അതിൻ്റെ പാതകളും അവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷമാണ്, നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് വിക്ടർ ഹ്യൂഗോ എഴുതിയത്. അതൊന്നും ഭാവനയല്ല. അപ്പം അങ്ങനെ കഥയുടെ സന്ദർഭങ്ങളായാലും കഥയുടെ പശ്ചാത്തലമായാലും കഥാപാത്രങ്ങളായാലും വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയാണ് ഈ റിയലിസ്റ്റ് കഥകൾ
ആവിഷ്കരിക്കാറുള്ളത് എന്നതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഴാങ് വാൽഴാങ് എന്ന് പറയുന്നത് ഒരു ഒറ്റതിരിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയല്ല. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഏറ്റവും തെറ്റായ ഒരു നിയമവ്യവസ്ഥ എങ്ങനെയാണ് കുറ്റവാളികളെ സൃഷ്ടിച്ചത് എന്നതിൻ്റെ ഒരു തെളിവാണ്. ഒരു റൊട്ടി കട്ടതിൻ്റെ പേരിൽ 19 വർഷം തടവിൽ കിടക്കേണ്ടി വന്ന ഒരാളാണ് ഈ ഴാങ് വാൽഴാങ്. അപ്പം എന്താണ് നിയമം? ഈ പറയുന്ന പുതിയ നഗരവൽക്കരണത്തിൻ്റെയും പുതിയ നാഗരികതയുടെയും ഭാഗമായി ഉണ്ടായി വന്നിട്ടുള്ള നിയമങ്ങൾ മനുഷ്യനെ മോഷ്ടാവാക്കി മാറ്റാൻ പ്രാപ്തിയുള്ള ഒന്നാണ് എന്നും, അപ്പോൾ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ടെന്നൊക്കെയാണ് ആ നോവൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഴാങ് വാൽഴാങ് വാസ്തവത്തിൽ ഒരു വ്യക്തിയല്ല. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ എത്രയോ മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഴാങ് വാൽഴാങ് അതിനകത്ത് കടന്നു. ഴാവേർ എന്ന് പറയുന്നൊരു പോലീസുകാരുണ്ട്. അദ്ദേഹം നേരെ തിരിച്ച് അന്നത്തെ ഫ്രാൻസിലെ ഈ നിയമപരിപാലകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ആ നോവലിൽ കടന്നു വരുന്നത്. അപ്പോൾ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഈ കഥാപാത്രങ്ങൾ പ്രതിനിധാനം ചെയ്ത സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നതാണ് ഈ ആഖ്യാനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ ടൈപ്പ് എന്നാണ് ഈ കഥാപാത്രങ്ങൾ പറയാം. നമ്മൾ രണ്ടിടങ്ങഴിയിൽ തകഴി അവതരിപ്പിച്ച കഥാപാത്രങ്ങളായാലും മുത്തശ്ശി എന്ന് പറയുന്ന നോവലിൽ ചെറുകാട് അവതരിപ്പിച്ച കഥാപാത്രങ്ങളായാലും അവരൊക്കെ സോഷ്യൽ ടൈപ്പുകളാണ് എന്ന് പറയാം. അവരൊന്നും ഒരു ഇൻഡിവിജ്വൽ കാൽപ്പനികതയിൽ നമ്മൾ കാണുന്നത് പോലെ വേറിട്ട് നിൽക്കുന്ന വ്യക്തികളായല്ല, മറിച്ച് ഒരു സാമൂഹ്യ സന്ദർഭത്തെ ദ്യോതിപ്പിക്കുന്ന, അതിലെ വിവിധ പ്രവണതകളെ ദ്യോതിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് നോവലിൽ കടന്നു വരുന്നത്. അതാണ് ഈ റിയലിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം. അപ്പോൾ ഈ റിയലിസത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരാശയം, പ്രതിനിധാനം, അതായത് ആ കഥാപാത്രത്തെ എഴുതുന്ന ആൾ നിരീക്ഷിച്ച് അതുപോലുള്ള ധാരാളം കഥാപാത്രങ്ങൾ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് നോവലിൽ അല്ലെങ്കിൽ ചെറുകഥയിലെ ഈ കഥാപാത്രത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരൊക്കെ മിക്കവാറും വളരെ സാധാരണക്കാരായ തൊഴിലാളികളും സ്ത്രീകളും അതുപോലെ കർഷകരും, അങ്ങനെ നമ്മൾ സാധാരണ നിലയ്ക്ക് കാണുന്ന വളരെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് അവർ ആവിഷ്കരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളായാലും അതൊക്കെ വളരെ വളരെ സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികൾ, ദാരിദ്ര്യമനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, അവരൊക്കെയാണ്. അതുപോലെ ഈ തെരുവിൽ സെക്സ് വർക്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരും ഏറ്റവും അധസ്ഥിതരുമായ മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുന്നു എന്നുള്ളതാണ് റിയലിസത്തിൻ്റെ പ്രത്യേകത. അതിന് മുമ്പ് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിയലിസം വാസ്തവത്തിൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും അധികം മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരും അവരുടെ അനുഭവങ്ങളും അവരുടെ ഭാഷയും ഒക്കെ നമ്മുടെ സാഹിത്യത്തിലേക്ക് പ്രതിനിധാന സ്വഭാവത്തോടുകൂടി കടന്നു വരുന്നത് ഈ റിയലിസം എന്ന് പറയുന്ന ഒരു സാഹിത്യ കലാപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ ആവിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കാൽപ്പനിക കവിതയിൽ പലപ്പോഴും നമ്മൾ കവി ചില സൂചനകൾ നൽകുക മാത്രമേ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഊഹിച്ചും അനുമാനിച്ചും ചിന്തിച്ചും കണ്ടെത്തേണ്ട ചില സൂചനകൾ നൽകുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ കാൽപ്പനിക കവിത ആലങ്കാരികമായിരുന്നു. കവിതയിലാണ് പ്രധാനമായിട്ടും കാൽപ്പനികത വന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ കൂടുതൽ അലങ്കാരങ്ങളുള്ള രൂപകങ്ങളും അതുപോലെ തന്നെ ഉപമകളും ഉൽപ്രേക്ഷ തുടങ്ങിയിട്ടുള്ള അത്തരം അലങ്കാരം, ശബ്ദാലങ്കാരങ്ങൾ, അത്തരം ശബ്ദാലങ്കാരങ്ങൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് മെറ്റഫർ രൂപകങ്ങളാണ് നമുക്ക് കാൽപ്പനിക കവിതയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക. എന്നാൽ റിയലിസ്റ്റ് നോവലുകളിൽ വരുമ്പോൾ ഈ ആലങ്കാരികതയല്ല, സൂക്ഷ്മമായ വിവരണമാണ് അവയെ വ്യതിരിക്തമാക്കുന്നത്. അതാണ് ഈ സ്വഭാവോക്തി എന്ന് പറയുന്ന ഒരു അലങ്കാരത്തെപ്പറ്റി AR പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തി അതായതെന്ന് പറയും. അതായത് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമ്മൾ ആഖ്യാനത്തിലേക്ക് കൊണ്ടുവരാം. ആ അർത്ഥത്തിൽ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് റിയലിസം എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാവങ്ങളൊക്കെ എടുത്ത് നോക്കൂ.
അതിൽ ഓരോ ഇപ്പോൾ ഒരു തെരുവ് പറ്റി വിവരിക്കുകയാണെങ്കിൽ അവിടുത്തെ കെട്ടിടങ്ങൾ, അതിൻ്റെ വാതിൽ, അതിൽ കാറ്റ് തട്ടുമ്പോണ്ടാവുന്ന ശബ്ദം, അതിൻ്റെ ചുമരിൻ്റെ ജീർണത, അതിൻ്റെ അകത്തെ വെളിച്ചത്തിൻ്റെ സ്വഭാവം, അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അത് നമ്മുടെ നമ്മളാ മുറിയിലാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള സൂക്ഷ്മാംശങ്ങൾ പലപ്പോഴും റിയലിസ്റ്റ് ആഖ്യാനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. സോ ദ മെറ്റീരിയൽ ഡീറ്റെയിൽസ്, അതിൻ്റെ വളരെ ഭൗതികമായ വിശദാംശങ്ങളോടുകൂടിയാണ് ഈ റിയലിസ്റ്റ് സങ്കേതത്തിൽ പലപ്പോഴും കഥയുടെ പശ്ചാത്തലത്തെ ആവിഷ്കരിക്കുന്നത് എന്നതാണ് പ്രധാനം. മറ്റൊന്ന്, സാഹിത്യത്തെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം റിയലിസം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചാൽ അത് സമൂഹത്തെ നിഴലിപ്പിക്കുന്ന കണ്ണാടിയാണ്. ആ ആശയം പറഞ്ഞ ഒരാൾ ലെനിൻ ആണ്. ടോൾസ്റ്റോയുടെ കൃതികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ടോൾസ്റ്റോയുടെ കൃതികൾ റിയലിസ്റ്റ് സങ്കേതത്തിൽ, അന്നാ കരീനീന പോലെയുള്ള കൃതികൾ ഈ പറയുന്ന റിയലിസ്റ്റ് സങ്കേതത്തിൽ എഴുതിയതാണെന്നും അന്നത്തെ റഷ്യൻ ജീവിതത്തിൻ്റെ സൂക്ഷ്മതകളെ അത് യഥാതഥമായി ആവിഷ്കരിക്കാൻ ടോൾസ്റ്റോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടിയാണ് ടോൾസ്റ്റോയ് കൃതികളെന്നും ഈ ലെനിൻ പറയുന്നത്. ഈ റിഫ്ലക്ഷൻ തിയറി, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ നിഴലാണ്, അതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് സാഹിത്യം എന്ന ആശയം യഥാർത്ഥത്തിൽ റിയലിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഒരാദർശമാണ്, ആശയമാണ് എന്ന് പറയാം. അപ്പോൾ സമൂഹത്തിലെ വിവിധ വർഗങ്ങളും അവർ തമ്മിലുള്ള സംഘർഷങ്ങളും അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി ആവിഷ്കരിക്കുന്നു എന്നതാണ് പ്രധാനമായും ഈ റിയലിസ്റ്റ് നോവലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ നമ്മുടെ ഫ്രഞ്ച് നോവലിസ്റ്റുകൾ, ബെൽസാക്കിനെ പോലുള്ള നോവലിസ്റ്റുകൾ, അതുപോലെ നമ്മുടെ ചാൾസ് ഡിക്കൻസിനെ പോലുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റുകൾ, ടോൾസ്റ്റോയെ പോലുള്ള റഷ്യൻ നോവലിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം വാസ്തവത്തിൽ ഈ റിയലിസ്റ്റ് സങ്കേതം ഉപയോഗിച്ച് രചനകൾ നിർവഹിച്ച വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ആധുനിക നോവലുകളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ ഈ റിയലിസ്റ്റ് സങ്കേതത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ സാഹിത്യത്തെ സംബന്ധിച്ച വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് റിയലിസം മുന്നോട്ട് വെച്ചത്. അത് ഈ യാഥാർത്ഥ്യം സാഹിത്യത്തിന് എന്തിനാണ് ഇങ്ങനെയുള്ള സാഹിത്യം എഴുതുന്നത് അതാണ്. എന്തിനാണ് ഉള്ളതിനെ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ സൂക്ഷ്മതകളോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ പ്രതിനിധാനാത്മകമായി ആവിഷ്കരിക്കുന്നത് എന്തിനാണ്? അത് ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കണ്ണിൽപ്പെടാത്ത, നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ വായിക്കുന്ന ആളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നിലവിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോടുള്ള വിമർശബുദ്ധി വായനക്കാരിൽ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് റിയലിസ്റ്റ് സാഹിത്യത്തിനുള്ളത്. അതുകൊണ്ട് റിയലിസ്റ്റ് സാഹിത്യം എന്ന് പറയുന്നത് സാമൂഹ്യ വിമർശനത്തിനുള്ള ഉപാധിയായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. റിയലിസത്തെക്കുറിച്ച് ലെനിൻ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ റിയലിസത്തെ പറ്റി വീണ്ടും ഏറ്റവും പ്രധാനമായിട്ട് റിയലിസ്റ്റ് സങ്കേതത്തെപ്പറ്റിയും ആശയങ്ങളെപ്പറ്റിയും കൂടുതലായും ചിന്തിച്ചിട്ടുള്ളത് ഈ മാർക്സിസ്റ്റ് ധാരയിൽ നിന്ന് വരുന്ന വിമർശകരാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഗോർഗി ലൂക്കാച്ച് എന്ന് പറയുന്ന ലൂക്കാച്ച്, അദ്ദേഹം റിയലിസത്തെ വളരെ സമഗ്രമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ചിന്തകനാണ്. വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. ലൂക്കാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോട്ടാലിറ്റിയാണ് റിയലിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് സമൂഹത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്നു എന്നതാണ് റിയലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും ഒരു നല്ല റിയലിസ്റ്റ് കൃതി നമ്മളെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലേക്കൊരു ഫോട്ടോഗ്രാഫ് പോലെ കൊണ്ടുവരുന്നതല്ല റിയലിസം എന്ന് പറയുന്നത്. മറിച്ച് ആ യാഥാർത്ഥ്യങ്ങൾക്കടിയിലുള്ള ചില സാമൂഹ്യ ബലതന്ത്രങ്ങളെ അത് അനാവരണം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. എന്തിനാണ് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വിവരിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ചില സംഘർഷങ്ങൾ, ചില ബലതന്ത്രങ്ങളാണ്
സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് എന്ന ആലോചനയിൽ നിന്നാണ് റിയലിസം പ്രധാനമാണെന്ന് ലൂക്കാച്ച് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു മാർക്സിസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ഒരു മാർക്സിസ്റ്റാണ് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഫ്രെഡറിക് ജെയിംസണും റിയലിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിയലിസത്തിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ബോധം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ടാണ്. അത് കുറേ കൂടി വിപുലീകരിക്കേണ്ട ഒരു ആശയമാണ്. ഈ ക്ലാസ്സിൽ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആദ്യകാലത്ത് ലെനിൻ തുടങ്ങി ഈ അടുത്ത കാലത്ത് ഫ്രെഡറിക് ജെയിംസൺ വരെയുള്ള പല മാർക്സിസ്റ്റ് ചിന്തകരും റിയലിസത്തെ അവരവരുടേതായ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ റിയലിസം എന്നത് ഒരു യാഥാർത്ഥ്യത്തെ അതായി ആവിഷ്കരിക്കുന്നതല്ല, അത് റിയലിസത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. റിയാലിറ്റിയെ വ്യാഖ്യാനിക്കുന്നതാണ്. അതായത് യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കുന്നതും യാഥാർത്ഥ്യത്തെ ക്രമപ്പെടുത്തുന്നതുമാണ് റിയലിസം എന്ന് പറയാം. യാഥാർത്ഥ്യത്തെ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ പകർത്തി വയ്ക്കുക അല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ ടൈപ്പ് കഥാപാത്രങ്ങളും ടൈപ്പ് സന്ദർഭങ്ങളുമായി പരിവർത്തിപ്പിച്ച് പ്രതിനിധാന സ്വഭാവത്തോടുകൂടി ആവിഷ്കരിക്കുന്നതോടെ എഴുതുന്ന ആൾ വാസ്തവത്തിൽ ചെയ്യുന്നത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ വ്യാഖ്യാനാത്മകവും അതേപോലെ പലപ്പോഴും നമുക്ക് ഒരു ദ്രവസ്വഭാവത്തിൽ അനുഭവപ്പെടുന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ കുറേയും കൂടിയും ക്രമപ്പെടുത്തിയ മട്ടിൽ ഒരു ക്രമീകൃതമായ രീതിയിൽ സമൂഹത്തെ മനസ്സിലാക്കാൻ ഈ റിയലിസ്റ്റ് കൃതി നമ്മളെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യവസായവൽകൃത സമൂഹത്തിൽ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിക്കുന്ന സാഹചര്യത്തെ മനസ്സിലാക്കാൻ, അയാൾ അതിനകത്താണ് ജീവിക്കുന്നതെങ്കിലും ഇതാണ് താൻ ജീവിക്കുന്ന സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ ഈ ഒഴുകിപ്പരക്കുന്ന അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതം പലപ്പോഴും സഹായകരമല്ല. അങ്ങനെ ഒഴുകിപ്പരക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ ദൈനംദിനത്തെ ഒരു ക്രമപ്രവൃദ്ധമായ ഒരു ഇതിവൃത്തത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ തൻ്റെ ജീവിതത്തെ സമഗ്രമായി കാണിച്ചു തരികയും താൻ എന്നും കാണുന്ന ജീവിത സന്ദർഭങ്ങളെയും മനുഷ്യരെയും ടൈപ്പ് കഥാപാത്രങ്ങളായും ടൈപ്പ് കഥാസന്ദർഭങ്ങളാക്കി മാറ്റുന്നതോടുകൂടി തൻ്റെ അമൂർത്തമായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മൂർത്തമാക്കുന്നു എന്നതാണ് ഈ റിയലിസ്റ്റ് സങ്കേതത്തിൻ്റെ പ്രത്യേകത. വൈകാരികതയേക്കാൾ വൈചാരികതയ്ക്കും അതുപോലെ തന്നെ ഈ ആദർശവൽക്കരണത്തേക്കാൾ പ്രതിനിധാനത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ ഇത് വളരെ പ്രബലമായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളും നോവലിസ്റ്റുകളൊക്കെ റിയലിസ്റ്റ് സങ്കേതത്തെ ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. അത് എസ് കെ പൊറ്റക്കാടാവാം, ഉറൂബാവാം, അല്ലെങ്കിൽ തകഴിയാവാം. ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന മിക്കവാറും എല്ലാ എഴുത്തുകാരും, ചെറുകാടിനെ പറ്റി ഞാൻ പറഞ്ഞു, എ പി കളക്കാട്, അവരൊക്കെ ഈ റിയലിസ്റ്റ് സങ്കേതത്തെ ഉപയോഗിച്ചിരുന്ന ആളുകളാണ് എന്ന് പറയാം. ഇനി അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിയലിസം എന്ന് പറയുന്നത് ഒറ്റധാരയല്ല. അതിനകത്ത് പലതരം ധാരകളുണ്ട്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് റിയലിസം, ക്രിട്ടിക്കൽ റിയലിസം, അതുപോലെ നാച്ചുറലിസം, മാജിക്കൽ റിയലിസം, അങ്ങനെ ഈ റിയലിസത്തിനകത്ത് തന്നെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലുള്ള വ്യത്യസ്തതകൾ മൂലം അതിനെ നമ്മൾ വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനം ഈ സോഷ്യലിസ്റ്റ് റിയലിസം, ക്രിട്ടിക്കൽ റിയലിസമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതായത് നമ്മൾ കാണുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോടുള്ളൊരു വിമർശബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് ക്രിട്ടിക്കൽ റിയലിസം എന്ന് പറഞ്ഞത്. ഞാൻ ജീവിക്കുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥിതി മാറേണ്ടതാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തും വിധം എൻ്റെ തന്നെ ജീവിത സാഹചര്യങ്ങളെ പ്രതിനിധാനാത്മകമായി എൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതോടെ എൻ്റെ വിമർശബുദ്ധി ഉണരുന്നു. അതാണ് ക്രിട്ടിക്കൽ റിയലിസം. ആ ക്രിട്ടിക്കൽ റിയലിസത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പലതരം വർഗങ്ങളും പലതരം സമൂഹങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്നും ആ സംഘർഷത്തിൽ ആരുടെയെങ്കിലും പക്ഷത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തെ മാറ്റിത്തീർക്കുന്നതിനുള്ള ഒരാഹ്വാനമായി
ഒരു കൃതി മാറുന്നുണ്ടെങ്കിൽ അത് സോഷ്യലിസ്റ്റ് റിയലിസമാണ്. സാമൂഹ്യ വിപ്ലവവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സാഹിത്യകൃതിയെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് നോവലെന്നോ അല്ലെങ്കിൽ കൃതിയെന്നോ വിളിക്കുന്നത്. ഇപ്പം മാക്സിം ഗോർക്കിയുടെ അമ്മയെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറുണ്ട്. അത് റഷ്യൻ വിപ്ലവത്തെ പ്രചോദിപ്പിച്ച, അതിന് കാരണമായി തീർന്നൊരു നോവലാണ് എന്ന് പറയും. അതൊരു സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് നോവലാണ് എന്ന് പറയാം. അതേസമയം നേരിട്ട് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും സാമൂഹ്യ വിമർശനത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആഖ്യാന സമ്പ്രദായമാണ് ക്രിട്ടിക്കൽ റിയലിസം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ സൈക്കോളജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ റിയലിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തികളുടെ മനസ്സ് എന്ന് പറയുന്നതിന് സാമൂഹികതയുണ്ട്. ഇപ്പം ഞാനൊരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ സവിശേഷത കൊണ്ട് മാത്രമല്ല, എൻ്റെ ജനിതകവും സാമൂഹികവുമായ പരിസരങ്ങൾ ആണ് ഒരു സവിശേഷമായ രീതിയിൽ പെരുമാറാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി മനസ്സിൻ്റെ സാമൂഹികവും ജനിതകവുമായ തലങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന റിയലിസ്റ്റ് ആഖ്യാനങ്ങളെയാണ് സൈക്കോളജിക്കൽ റിയലിസ്റ്റ് കൃതികൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ നാച്ചുറലിസം ഞാൻ പറഞ്ഞു. നാച്ചുറലിസ്റ്റിലെ ഈ ക്രിട്ടിക്കൽ സെൻസോ അല്ലെങ്കിൽ വിപ്ലവബോധമോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് വളരെ സൂക്ഷ്മമായി വിവരണങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുക. അങ്ങനെ സൂക്ഷ്മമായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ സൂക്ഷ്മമായ വിവരണം മാത്രമാണുള്ളതെങ്കിൽ അത് നാച്ചുറലിസ്റ്റ് കൃതിയായിരിക്കും. ആ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോടൊരു വിമർശബുദ്ധി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ റിയലിസ്റ്റ് കൃതിയാണെന്ന് പറയാം. അതിനകത്തൊരു പക്ഷം പിടിച്ച് സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി വായനക്കാരെ ഉത്ബോധിപ്പിക്കുന്നൊരു കൃതിയാണെങ്കിൽ നമ്മളതിനെ സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് കൃതി എന്ന് വിളിക്കും. ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസത്തിൻ്റെ മാതൃകയിൽ എഴുതിയ കൃതിയാണ് ഗബ്രിയൽ ഗാർസിയ മാർക്വേസിൻ്റെ ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, 100 Years of Solitude എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ പ്രത്യേകത, സാധാരണ നിലയ്ക്ക് മാജിക്കൽ എന്ന് പറയുന്നത് പൂർണ്ണമായും ഭാവനയാണ്. ആ ഭാവനയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് റിയലിസ്റ്റ് കൃതി എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എന്നാൽ ഈ ഭാവന എന്ന് പറയുന്നത്, നമ്മളുടെ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് കൂടി ചേർന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അതാണ് നേരത്തെ ഞാൻ നാടോടി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പം നാടോടി മനുഷ്യരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആധുനിക പൂർവ്വ സമൂഹത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രേതഭാവനകൾ, അവരുടെ അതിഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങൾ, അത് അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഭൗതിക ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ഈ നാടോടിയായിട്ടുള്ള ഭാവനാരൂപങ്ങൾ കൂടി കടന്നു വരുന്ന അതിഭൗതികമായ കഥാപാത്രങ്ങളും സംഭവങ്ങളും ഈ റിയലിസത്തിൻ്റെ ഭാഗമായി തന്നെ കടന്നു വരുന്ന ആഖ്യാനത്തെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലെയുള്ള 3-ാം ലോക രാജ്യങ്ങളിലോ ഒക്കെയുള്ള കൊളോണിയൽ അനുഭവങ്ങൾ, സാമ്രാജ്യത്വത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, പോസ്റ്റ് കൊളോണിയലിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റ് കൊളോണിയൽ നരേറ്റീവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സങ്കേതമാണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളനി അനന്തര സാഹിത്യത്തിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഈ പലതരം മാനസികമായിട്ടുള്ള അടിമത്തത്തെ ആവിഷ്കരിക്കാൻ ഇത്തരം ചില ഭാവനാരൂപങ്ങൾ, സ്വപ്നരൂപങ്ങൾ ഒക്കെ കടന്നു വരുന്നതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സി അയ്യപ്പൻ്റെ പ്രേതഭാഷണം പോലുള്ളൊരു കഥ, ആ കഥ ശരിക്കും ഒരു റിയലിസ്റ്റ് പശ്ചാത്തലത്തിൽ എഴുതപ്പെടുന്ന കഥയാണ്. അതിലെല്ലാ സന്ദർഭവും റിയലിസ്റ്റ് സ്വഭാവമുള്ളതാണ്. പക്ഷേ അതിൽ ഈ പ്രേതം എന്ന് പറയുന്ന കഥാപാത്രം ഒരു അതിഭൗതിക കഥാപാത്രമാണ്. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ളതാണെന്നും അത് ഇതിൻ്റെ ഭാഗമാണെന്നും നമുക്ക് തന്നെ തോന്നും. അതിനൊരിക്കലും ഒരു വേറിട്ട് നിൽക്കുന്ന, അപ്പം നമ്മൾ സാധാരണ പറയുന്ന മഹാഭാരതത്തിലോ രാമായണത്തിലോ കാണുന്ന പോലുള്ള അതിഭൗതികമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടല്ല അതിനെ നമുക്ക് അനുഭവപ്പെടുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ പ്രേതം എന്ന് നമുക്ക് തോന്നും. അത് അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അങ്ങനെ സത്യം പറഞ്ഞാൽ റിയലിസം എന്ന് പറയുന്നതിന് വലിയ രാഷ്ട്രീയ മൂല്യമുണ്ടെന്നുള്ളതാണ് പ്രധാനം. സമൂഹത്തിൽ അധസ്ഥിതരായ മനുഷ്യരുടെ ജീവിതവും അനുഭവങ്ങളും ഭാഷയും ഒക്കെ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് റിയലിസത്തിലൂടെയാണ്. അത് സാമൂഹ്യ വിപ്ലവത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ അടിമജീവിതത്തിൻ്റെ ഓർമ്മകളെയും ട്രോമയെയും
ഒക്കെ പുറത്തു കൊണ്ടുവരാൻ ശേഷിയുള്ള മാജിക്കൽ റിയലിസം പോലുള്ള അവാന്തര വിഭാഗങ്ങളും അതിനകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റിയലിസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു സാഹിത്യ പ്രവണതയാണ് എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഇതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കഴിഞ്ഞില്ല എങ്കിലും ഈ സന്ദർഭത്തിൽ ഞാനിതോടെ അവസാനിപ്പിക്കും.